നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കരാർ നിലവിൽ വന്നു. ഇസ്രയേൽ മന്ത്രിസഭ ഇന്നലെ കരാറിന് അന്തിമ അനുമതി നൽകി. 2023 ഒക്ടോബർ 7-ാം തീയതി അന്നാണ് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നാക്രമിക്കുകയും ഇസ്രയേലികളായ 1200ഓളം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തത്. 200-ലധികം ആളുകളെ അവർ ബന്ദികളാക്കി. പിന്നീട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ നരനായാട്ടിൽ ലോകം തരിച്ചു നിന്നു. 46,000-ത്തിലധികം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടും. ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങളുണ്ടായിരുന്നുവെന്ന് പിന്നീട് ഇസ്രയേൽ വെളിപ്പെടുത്തി. ഇറാനാണ് ഹമാസിനെ ഇത്തരമൊരു ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്. ഹിസ്ബുള്ളയും ഹൂതികളും അടക്കം അവർക്ക് നിർലോഭമായ സഹായം വാഗ്ദാനം ചെയ്തു. പലസ്തീൻ വിഷയം അന്താരാഷ്ട്ര ചർച്ചകൾക്ക് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ഒരു വശത്ത് ഹമാസിന്റെ ലക്ഷ്യം. മറുവശത്ത് ഇസ്രായേലിനെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ ഹമാസ് തന്ത്രങ്ങൾ മെനഞ്ഞു. ഇറാൻ ചിന്തിക്കാത്ത തലത്തിലുള്ള മറുപടിയാണ് തുടർന്ന് ഇസ്രായേൽ കൊടുത്തത്. ആദ്യം ഹമാസിനെ തകർത്ത ഇസ്രായേൽ പിന്നീട് ലെബനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞു. പിന്നീട് ലോകം കണ്ടത് സമാനതകളില്ലാത്ത കടന്നാക്രമണങ്ങൾ. നേർക്കുനേർ നിന്ന ഇറാനോട് ഇറാനെ ഞങ്ങൾ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ ഇറാനു നേർക്ക് സമാനതകളില്ലാത്ത ആക്രമണം അവർ തൊടുത്തു. ഇറാൻ, ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ സേന തുടങ്ങിയവർക്കെതിരെ ഇസ്രയേൽ ഒറ്റയ്ക്ക് തിരിഞ്ഞു. ഇസ്രയേലിനെ സഹായിക്കാനുണ്ടായിരുന്നത് അമേരിക്ക മാത്രം. ഗാസ മുനമ്പിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉന്നയിച്ച് തുടക്കത്തിൽ തന്നെ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞിരുന്നു ഫ്രാൻസ്. തൊട്ടുപിന്നാലെ ബ്രിട്ടനും ഇരട്ടമുഖം പുറത്തെടുത്തു. ലോകത്തിലെ മറ്റൊരു രാജ്യവും ഞങ്ങളെ സഹായിക്കാൻ എത്തിയില്ല എങ്കിൽ പോലും ലോകത്തിനു വേണ്ടി ഞങ്ങൾ ഭീകരതയ്ക്കെതിരായ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ അന്ന് വ്യക്തമാക്കിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ യുദ്ധ നിലപാടെടുത്തു. തൻ്റെ മന്ത്രിസഭയെക്കൊണ്ട് താനെടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കാൻ നെതന്യാഹു നിർബന്ധിതരാക്കി. ഗാസയിൽ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച ഇസ്രായേലിനെ ഇപ്പോൾ ഇറാൻ പരിഹസിക്കുകയാണ്. ഇന്നലെ ഇസ്രായേലിനെ പരിഹസിച്ച് ഇറാനിലെ IRGC രംഗത്ത് വന്നു. കരാർ ഇസ്രയേലിന്റെ കീഴടങ്ങലാണ് എന്ന് IRGC പറയുന്നു. 15 മാസത്തെ യുദ്ധത്തിനു ശേഷവും പലസ്തീനിലെ ഹമാസുകാരുടെ പോരാട്ട വീര്യം തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. IRGC ഒരു പ്രസ്താവനയിലൂടെയാണ് തങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും വിചിത്രമെന്ന് പറയാം, ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ ഇപ്പോഴും പ്രകീർത്തിക്കുകയാണ് ഇറാനും IRGCയും. ഗാസയിലെ ജനങ്ങളുടെ മഹത്തായ വിജയം മേഖലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രതിരോധ അച്ചുതണ്ടിനെ ശക്തിപ്പെടുത്തുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുമെന്നും ഇപ്പോൾ IRGC പറയുന്നു. പലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ ഹമാസിന് വേണ്ട സൈനിക പരിശീലനം നൽകുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംവിധാനമാണ്, സൈനിക വിഭാഗമാണ് IRGC ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ഇസ്രയേൽ ഇറാനെ പരിഹസിക്കുന്നു. ഇറാൻ, ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ സേന തുടങ്ങിയവർക്കൊക്കെ ഇപ്പോൾ ഹമാസ് നന്ദി അറിയിക്കുന്നു. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഉപമേധാവി ഖലീൽ അൽ ഹയ്യ ഇസ്രായേലിനെതിരെ നടത്തിയ ഉജ്ജ്വല പോരാട്ടത്തിന് പലസ്തീൻകാരെയും കുൽഖുദ്സ് വിമോചിപ്പിക്കാൻ പലസ്തീൻ പോരാളികൾ നടത്തുന്ന പോരാട്ടത്തിന് 100 കണക്കിന് രക്തസാക്ഷികളെയും നേതാക്കളെയും ഒക്കെ പ്രകീർത്തിച്ചു. ഒരു വശത്ത് ഇനിയും ഇറാൻ പ്രോക്സികൾക്ക് ആത്മവീര്യം പകരാൻ ഇത്തരം പ്രസ്താവനകൾ അനിവാര്യമായേക്കാം. എന്നാൽ മറുവശത്ത് ഇറാൻ ഭയക്കുന്ന നിരവധി വസ്തുതകൾ പുറത്തു വരുന്നു. ഇസ്രയേലുമായി ആദ്യ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് ഹിസ്ബുള്ള. തൊട്ടുപിന്നാലെ സിറിയൻ ഏകാധിപതി ബാഷർ അൽ അസദ് നിലംപൊത്തി. ഇത് രണ്ടും ഇറാനേറ്റ നേരിട്ടുള്ള പ്രഹരം തന്നെയായിരുന്നു. ബാഷർ അൽ അസദ് ആദ്യം അഭയം ചോദിച്ചത് ഇറാനോട്, പിന്നീട് UAE അടക്കമുള്ള രാജ്യങ്ങളോട്. എല്ലാവരും മുഖം തിരിച്ചതോടെ അദ്ദേഹം റഷ്യയിൽ അഭയം തേടി. പ്രോക്സികളൊക്കെ തകർന്നടിഞ്ഞതോടെ ഇപ്പോൾ യുദ്ധകളത്തിൽ ഇസ്രയേലും ഇറാനും ഒറ്റയ്ക്കായി. ഇരുവരും നേർക്കുനേർ നിൽക്കുന്നുവെങ്കിലും അതിനുള്ള കെൽപ്പ് ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്രയേൽ. മറുവശത്ത് അമേരിക്കയുടെ സഹായം മാത്രമാണ് ഇസ്രായേലിന് മുന്നിലുള്ളത്. ഇറാൻ ആവട്ടെ പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന തലത്തിലും. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയാണ് കൂടുതൽ ഇറാനെ ഞെട്ടിക്കുന്നത്. സിറിയ ഭരിക്കുന്ന ഇപ്പോഴത്തെ വിമത നേതാവ് ഇസ്രായേലിന്റെ ആളാണ് എന്ന് പരക്കെ വാർത്തകൾ വരുന്നു. ഇസ്രായേൽ നിരവധി തവണ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും പഴയ അസദ് ഭരണകൂടത്തിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. എന്നാൽ ബോംബാക്രമണങ്ങൾ തള്ളിപ്പറയുകയോ
ഇതിനെതിരെ ശക്തമായ പ്രതിരോധ നിലപാട് കൈക്കൊള്ളുകയോ ചെയ്യുന്നില്ല പുതിയ വിമത നേതാവ് അൽ ജുലാനി. ഗോലാൻ കുന്നിനും സിറിയയ്ക്കുമിടയിലുള്ള ബഫർ സോൺ പൂർണ്ണമായി ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. അതിർത്തിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു ഇസ്രായേൽ. എന്നിട്ടും എന്തുകൊണ്ട് അൽ ജുലാനി നിശബ്ദനായി നിൽക്കുന്നു? അതിനൊരൊറ്റ കാരണം മാത്രമാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അൽ ജുലാനി മൊസാദിന്റെ ആളാണ്, ഇസ്രായേലിന്റെ ആളാണ്. അബു അഹമ്മദ് അൽ ജുലാനി എന്ന അഹമ്മദ് അൽ ഷാര അധികാരമേറ്റതിന് ശേഷമായിരുന്നു ഇസ്രായേൽ ശക്തമായ കടന്നാക്രമണങ്ങൾ സിറിയയിൽ നടത്തിയത്. അസദ് ഭരണകൂടം ഭരിക്കുമ്പോഴും ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരായ ചില ആക്രമണങ്ങൾ സിറിയ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. സിറിയൻ മണ്ണിലെ ഇറാൻ അനുകൂല സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്തെറിയാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അത് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ മാത്രമല്ല, പഴയ ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ കാര്യത്തിലും ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയെ അടപടലം തീർക്കാനും തൊട്ടപ്പുറത്തുള്ള സിറിയൻ മണ്ണിൽ തങ്ങൾക്കെതിരെ ശത്രുക്കൾ അണിനിരക്കാതിരിക്കാനും ഇപ്പോൾ ഇസ്രായേലിന് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് യമനിലെ ഹൂതികൾ മാത്രമാണ്. ഹൂതികൾക്ക് നേരെ ശക്തമായ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്ന് വ്യോമമാർഗം ഏറെ ദൂരെയാണ് ഹൂതികൾ. അതിലപ്പുറം ദുർഘടമായ ഭൂപ്രകൃതി. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ വേണം യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേലിന് ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ. ഇസ്രായേലിനെന്നും തലവേദന സൃഷ്ടിച്ചത് ഇറാൻ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയായിരുന്നു, പ്രോക്സികളെ ഉപയോഗിച്ച്. അതിനായി അവർ മുഖ്യമായി ഉപയോഗിച്ചത് സിറിയൻ മണ്ണ്. കാലങ്ങളായി ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിന്ന സിറിയൻ അധികൃതർ ഇറാന് വേണ്ട എല്ലാ സഹായങ്ങളും സംഘടിപ്പിച്ചു കൊടുത്തു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കായി ആയുധവും പണവുമൊക്കെ ഇറാൻ കടത്തിയിരുന്നത് സിറിയൻ മണ്ണിലൂടെ. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഇക്കാര്യങ്ങളിലൊക്കെ വലിയ മേധാവിത്വം പുലർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു. 1979 വിപ്ലവത്തിന് ശേഷം ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആദ്യം അംഗീകരിച്ച രാജ്യം സിറിയയായിരുന്നു. അന്നു തൊട്ട് അന്താരാഷ്ട്ര രംഗത്ത് ഉറ്റ ചങ്ങാതികളായിരുന്നു സിറിയയും ഇറാനും. സിറിയൻ ഏകാധിപതി ബഷർ അൽ അസദിന്റെ പതനം തന്നെയാണ് ഇറാന്റെ ഏറ്റവും വലിയ തോൽവി ഈ അടുത്ത കാലത്തുണ്ടായതിൽ. അറബ് ലോകത്തേക്കുള്ള ഇറാന്റെ വാതായനമായിരുന്നു സിറിയ. കരമാർഗമുള്ള ആ വഴി ഇപ്പോൾ പൂർണ്ണമായി അടച്ചിരിക്കുന്നു. ഗസയിൽ സമാധാനം പുലരണം, കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം. ഇതിനുവേണ്ട മുറവിളി ആദ്യമുയർന്നത് ഹമാസിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവയ്ക്കുമ്പോൾ അതിൽ ഏറെ ആവശ്യക്കാർ ഹമാസാണ് എന്ന് വ്യക്തം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഹമാസിന് ബോധ്യമായി. പടിയിറങ്ങും മുമ്പ് പ്രതിച്ഛായ മെച്ചപ്പെടുത്തണമെന്ന് ജോ ബൈഡനും നിർബന്ധമുണ്ട്. ഇതൊക്കെ ചേർന്ന് പെട്ടെന്ന് കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള ധൃതിയിലാണ് ഇസ്രയേലും ഹമാസും. ഗസയിൽ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഉറപ്പിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ കരാർ വ്യവസ്ഥകൾ. വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന തർക്കം മാത്രമാണ് ഇപ്പോൾ ബാക്കി. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു, മറുവശത്ത് അധികാരത്തിൻ്റെ പടിയിറങ്ങിപ്പോകുന്നതിന് മുൻപ് ജോ ബൈഡൻ അത് തൻ്റെ ഉദ്യമഫലമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തങ്ങളുടെ യഥാർത്ഥ ശത്രു ഇറാനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഇസ്രായേൽ. ഇറാന്റെ പ്രോക്സികൾക്കെതിരായി ഒന്നൊന്നായി യുദ്ധങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ഇസ്രായേലിന് ഒരു കാര്യം നിശ്ചയമാണ്: എന്നെങ്കിലും ഒരിക്കൽ ഇറാന് നേർക്ക് യുദ്ധം ചെയ്യണം. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് പച്ചക്കൊടി കാട്ടിയാൽ ഇറാന് നേർക്ക് സമാനതകളില്ലാത്ത ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ഇനിയും തുനിയാം. വർഷങ്ങളായി ഇറാന്റെ ആണവ പദ്ധതികൾ തകിടം മറിക്കുന്നത് ഇസ്രായേലിന്റെ ബുദ്ധിയിലാണ്. മൊസാദിന്റെ മുഖ്യ ദൗത്യം ഇറാൻ ആണവ പദ്ധതികൾ അട്ടിമറിക്കുക തന്നെ. ആണവായുധങ്ങളുള്ള ഇറാൻ എന്നും ഇസ്രായേലിന്റെ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ആണവ രാജ്യമായി തീരാൻ ഇസ്രായേൽ അനുവദിക്കില്ല. 2010 ഇറാൻ ആണവ കേന്ദ്രത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൈബർ ആയുധം ഉപയോഗിച്ചതോടെയാണ് ഇസ്രായേൽ പരസ്യമായി ഇറാൻ ആണവ പദ്ധതികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന വിവരം ലോകം മനസ്സിലാക്കിയത്. പിന്നീട് 2020 നദാൻസിലെ കേന്ദ്രത്തിൽ വലിയൊരു സ്ഫോടനം, 2021 ഏപ്രിലിൽ വലിയൊരു സ്ഫോടനം ആണവ കേന്ദ്രത്തെ വിറപ്പിച്ചു കളഞ്ഞു. ഇറാന്റെ വിതരണ ശൃംഖലയിൽ ആഴത്തിൽ നുഴഞ്ഞു കയറിയാൽ മാത്രം സാധിക്കുന്ന അതിസങ്കീർണമായ ഒരു ഓപ്പറേഷൻ. 2010 2020 ഇടയിൽ ഇറാന്റെ ഒരുപടി ആണവ ശാസ്ത്രജ്ഞർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. അതിനു പിന്നിൽ മൊസാദാണ് എന്ന കഥ പെട്ടെന്ന് തന്നെ ലോകത്ത് വരുന്നു. ശക്തമായ നീക്കങ്ങൾക്കൊടുവിൽ ഇറാന്റെ പ്രോക്സികൾ ഒന്നൊന്നായി ഇപ്പോൾ നിലംപൊത്തി. ഗസയിൽ വംശഹത്യോളമെത്തിയ ഒരു കൂട്ടക്കുരുതി. നസ്രുള്ള മാത്രമല്ല ഒരുപിടി ഹിസ്ബുള്ള നേതാക്കളെ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു.
ഹമാസിന്റെ മുഖ്യധാര നേതാക്കളെയൊക്കെ അവർ ഇല്ലാതാക്കി. ഹമാസുമായുള്ള വെടിനിർത്തൽ ബന്ദി കരാറിന് ഇസ്രയേൽ ക്യാബിനറ്റ് അനുമതി നൽകിയത് ഇക്കഴിഞ്ഞ ദിവസം. ശനിയാഴ്ച പുലർച്ചെ മുതൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് വോട്ടെടുപ്പിലൂടെ ഈ കരാറിന് അനുമതി നൽകിയത്. 7 മണിക്കൂറിലധികം നീണ്ട യോഗത്തിന് ശേഷം സർക്കാർ കരാർ അംഗീകരിച്ചതായി പുലർച്ചെ 1 മണിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ആദ്യം 3 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്ന ഞായറാഴ്ച കരാർ പ്രാബല്യത്തിൽ വരുമെന്നും പിന്നീട് പ്രസ്താവന ഇറക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇടപാടിന്റെ ആദ്യ 42 ദിവസങ്ങളിൽ 33 ബന്ദികളെ മോചിപ്പിക്കും. പലസ്തീൻ സുരക്ഷാ തടവുകാരെ മോചിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ ഇസ്രയേലിൽ തർക്കമുയരുന്നത്. ഇത് സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ മന്ത്രിസഭയിൽ ഉയർന്നു കേട്ടു. പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനെതിരെ ഇസ്രായേൽ കോടതിയെ ആരെങ്കിലും സമീപിക്കുമോ എന്ന സംശയം ഇപ്പോൾ ബാക്കിയാണ്. കരാറിനെതിരെ വോട്ട് ചെയ്ത മന്ത്രിമാരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലെ അംഗങ്ങളായ 2 പേർ ഉൾപ്പെടുന്നു. ഇത് നെതന്യാഹുവിനെ ഞെട്ടിച്ചു കളഞ്ഞു. കരാറിനെ എതിർത്തുവെങ്കിലും മതസൈഡിസം സർക്കാരിൽ തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്മോട്രിച്ചുമായി ധാരണയിലെത്തി. ഇതാണ് നെതന്യാഹുവിന് അനുഗ്രഹമായത്. വെള്ളിയാഴ്ച രാവിലെ ദോഹയിൽ വെച്ചാണ് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും സംഘങ്ങൾ വെടിനിർത്തൽ ബന്ദിക്കരാറിൽ ഒപ്പിട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വാർത്ത ആദ്യം സ്ഥിരീകരിച്ചു. പിന്നീട് മന്ത്രിസഭയുടെ അനുമതിക്കായി കരാർ നൽകി. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ചുമത്തി ഇസ്രായേൽ ജയിലിൽ അടയ്ക്കപ്പെട്ട നിരവധി ഭീകരരുണ്ട്. അവരെ വിട്ടയക്കുന്ന കാര്യത്തിലാണ് മന്ത്രിസഭയിൽ ഭിന്നാഭിപ്രായമുയർന്നത്. 2021 വടക്കൻ ഇസ്രയേലിലെ ഉയർന്ന സുരക്ഷാ തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഭീകരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ജയിൽ ബ്രേക്ക് ചെയ്തതിനെതിരെ പിന്നീട് 6 പേർക്കെതിരെ കേസെടുക്കുകയും അവരെ 5 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇവരെ വിട്ടയക്കുന്ന കാര്യത്തിലും ഭിന്നാഭിപ്രായം മന്ത്രിസഭയിലുണ്ട്. വിട്ടയക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 33 ബന്ദികളുടെ കുടുംബത്തെ സർക്കാർ വെള്ളിയാഴ്ച ഈ വിവരം അറിയിച്ചു. അവരുടെ മടങ്ങിവരവ് കാത്താണ് കുടുംബങ്ങൾ കഴിയുന്നതെങ്കിലും ഇവരിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില ആശങ്കകൾ. വെടിനിർത്തൽ പ്രഖ്യാപിച്ച 7 ദിവസത്തിനുള്ളിൽ പട്ടികയിലുള്ള എല്ലാവരുടെയും മുഴുവൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇസ്രയേലിന് കൈമാറുമെന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും വിധത്തിൽ ഹമാസ് കരാർ ലംഘിച്ചാൽ യുദ്ധം പുനരാരംഭിക്കുന്നതിന് ഇസ്രയേലിന് പരിപൂർണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ആദ്യം നൽകുന്ന വാഗ്ദാനവും അതുതന്നെയാകും. ഇപ്പോൾ അമേരിക്ക തടഞ്ഞിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇസ്രയേൽ പങ്കുവയ്ക്കുന്നത്. കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് ഖത്തറിൽ നിന്ന് മൊസാദ് തലവൻ ഡേവിഡ് ബാർണി മടങ്ങിയെത്തി. ഷിൻബെറ്റ് തലവൻ റോണർ ബാറും മന്ത്രിമാരെ അഭിസംബോധന ചെയ്തു. നമുക്ക് നമ്മുടെ ധാർമ്മിക കടം വീട്ടാനുണ്ട്. ഈ കരാർ ധാർമ്മികമായി നമ്മൾ ചെയ്യേണ്ട ശരിയായ കാര്യമാണ്. അത് മനുഷ്യത്വപരമായ ഇടപാടാണ്. ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ബാർണിയുടെ വാക്കുകൾ. അവശേഷിക്കുന്ന ഇസ്രയേൽ ബന്ദികൾക്ക് പകരമായി കൂടുതൽ തടവുകാരെ മോചിപ്പിക്കാൻ കഴിയുന്ന 2ാം ഘട്ടത്തിലെത്താൻ ആദ്യഘട്ടത്തിലെ നിബന്ധനകൾ പൂർണ്ണമായി ഹമാസ് പാലിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് ഇസ്രയേലിന്. ഏതെങ്കിലും വിധത്തിൽ കരാർ ലംഘനമുണ്ടായാൽ വൻ ശക്തിയോടെ എങ്ങനെ തിരിച്ചടിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് IDF. ആദ്യഘട്ടത്തിന് ശേഷം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ നിബന്ധനകൾ സംബന്ധിച്ച് 2ാം ഘട്ടത്തിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ ദീർഘമായ ചർച്ചകൾ നടത്തും. വെടിനിർത്തൽ നീട്ടാൻ അനുവദിക്കുന്ന 2ാം ഘട്ടത്തിൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിലെ 55% ജനങ്ങളും ഈ കരാർ തുടരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് സർവേ റിപ്പോർട്ടുകൾ. ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴിയായി അവർ കാണുന്നു. 27% ഇസ്രായേലികൾ ആദ്യഘട്ട കരാറിനു ശേഷം ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. ഹമാസിന്റെ സൈനിക ഭരണശേഷി ഇല്ലാതാക്കുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരുമെന്നാണ് നേരത്തെ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നത്. ആദ്യഘട്ടത്തിനു ശേഷം ഒരുപക്ഷെ ഇസ്രായേൽ അത്തരമൊരു തീരുമാനത്തിലെത്തുമോ? അതോ ബന്ദികളാക്കപ്പെട്ടവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടു, ഈ ബന്ദികളെ ഏതെങ്കിലും തലത്തിൽ കണ്ടുപിടിക്കാനാകാതിരിക്കുമോ? അങ്ങനെയെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങും. ഇത്തരമൊരു ഉടമ്പടിയിലെത്താൻ എന്തിന് 470 ദിവസം എടുത്തു എന്ന ചോദ്യം ചിലർ ഉന്നയിക്കുന്നു. ഇത്തരമൊരു കരാറിലെത്താൻ എന്തിന് 470 ദിവസം എടുത്തു എന്ന വിമർശനങ്ങളും പല കോണുകളിൽ നിന്നുയരുന്നു. എന്തായാലും ഇസ്രായേലിന് അല്പമെങ്കിലും ആശ്വസിക്കാവുന്ന ഒരു കരാർ അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ജനതയുടെ പ്രതീക്ഷയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.